ഒരു ചായ. എടാ നാട് മുഴുവൻ ഇറങ്ങി ഉണ്ടാക്കണ പൈസ നീ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ടാള്? വെറുതെ കൊണ്ടിട്ടാളില്ല, ചിലപ്പോ കിട്ടും ചെയ്യും. കുഞ്ഞാലിക്കൊക്കെ അതിന്റെ രസം അറിയണമെങ്കിലേ നിങ്ങൾ വന്നൊന്ന് കെട്ടി വെക്കും. 1 വെച്ചാൽ 5 കിട്ടും, ചിലപ്പോ 10 കിട്ടും. ഞമ്മക്കാ കായ് വേണ്ട. ഞമ്മക്ക് കാര്യമുണ്ട്, നമ്മളെ കച്ചവടം നടക്കുമല്ലോ. ഒരു ബന്നും കൂടെ. എത്രയായി? 4. അല്ലോ, എവിടെയാണോ ഈ മയ്യത്ത് കെട്ടിലുണ്ട് വെച്ച് കുറച്ച് അരിക്കേക്ക് വെച്ചൂടെ? എന്താ ഈ നോക്കി പേടിപ്പിക്ക? अच्छा वॉच है, ओरिजिनल वॉच नहीं चाहिए। मेड इन जापान। मेरा को नहीं चाहिए। मेड इन जर्मनी। जा नहीं। मेड इन स्विट्जरलैंड। जाना। मेड इन ഞെളിയമ്പറമ്പ്. जाना। എടാ എന്റെയൊക്കെ ബാപ്പ കെട്ടാനായിക്കടാ മാരി. ഒരു പെണ്ണും കൂടെ. ഒരു പെണ്ണും കൂടെ. 6 രൂപ 45 പൈസ. ഇനി എന്താ വേണോ? എന്റെ പൈസ എടുക്ക്. പൈസ ഇല്ല. പിന്നെ പൈസ ഇല്ലാണ്ട് അടിച്ച് വായിലെ പല്ലു വയ്ക്കും ഞാൻ. എടാ അതെ എന്തേ വിളിക്കണോ നമ്മളെ ആളുകളെ? എന്തേ പിടിച്ചു കെട്ടി കയ്യും കാലും ഓടിക്കണം, എന്നിട്ട് പൈസ ഇല്ല തന്നെ. എന്ത് വേണേലും എന്നെ ചെയ്തോളൂ, പട്ടിണി കിടക്കുന്നതിലും ഭേദമല്ലേ അത്. എടാ നമുക്കേ അതിന്റെ ഒടുക്കത്തെ തീറ്റി കണ്ടപ്പോ ഞമ്മക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും പട്ടാപ്പകൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറ്റിക്കൊന്നും ഞമ്മള് കരുതിയില്ല. എടാ ഉളുപ്പില്ലാണ്ട് വാങ്ങി നക്കിയിട്ട് എന്തിനടാ ആ പാവപ്പെട്ട കുഞ്ഞാലിക്കാക്കൻ ഇടങ്ങാറാക്കണേ? എടാ ഇവിടെ എത്ര വലിയ വലിയ ഹോട്ടലുണ്ട്, അവിടെ കയറി നെയ്ച്ചോറോ ബിരിയാണിയോ കോഴി പൊരിച്ചതോ പൊറോട്ടയോ എന്ത് വേണമെങ്കിൽ നക്കിക്കൂടാ. ആ പൂജായിലെ ഇങ്ങോട്ട് കൊണ്ടായി. അവിടെയുള്ളവരുടെ ഭാഷ എനിക്കറിയില്ലല്ലോ. ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞ ഒരു മലയാളി ആയതുകൊണ്ട്. മലയാളി ആ പേരും പറഞ്ഞ് നാട് നാറ്റിക്കാൻ വരുന്നവരാ കാട്ട് കള്ളന്മാരും. പെട്ടിയും വെട്ടിയും കുറച്ചക്കായിട്ട് കയറി വരും, ആ പെട്ടിയും കെടുക്കും. ആ പെട്ടിയിലൊന്നുമില്ല, എന്റെ മുഷിഞ്ഞ ഒരു മുണ്ട് ഷർട്ടേ ഉള്ളൂ. ആ അത് മേശ നടക്കാനും വിളക്കി തിരിടാനും പറ്റും. പഴയ തകരത്തിനും കിട്ടും കായ്. ആ നടക്ക്. ആ വണ്ടി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. തോൽപ്പിക്കാനൊന്നുമല്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് നിങ്ങളുടെ കാശ് ഞാൻ തരും. വിസായം പറഞ്ഞേക്കാട് നടന്നോ, അല്ലെങ്കിൽ തടി മുടക്കാവൂ. ആ ഞമ്മക്ക് വേറെ പണിയുണ്ട്. എന്റെ ഇങ്ങോട്ട് വാടോ. പുറമെ ചാടി കളിക്കെങ്കിലും കുഞ്ഞാലിക്കിന്റെ ഉള്ളു നല്ലതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് അലഞ്ഞു നടന്ന കാലത്ത് നമ്മൾ സഹായിച്ച ആളാണ്. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, വിടണ്ട, വൈതാല് കൂടിക്കോളി കേട്ടാ. നാട്ടിൽ വല്ലവരെയും കട്ടിട്ടോ കൊന്നിട്ടോ ചാടിപ്പോന്നതാണോ? എന്തേനും അവിടെ പണി? അമ്പലത്തില് പൂജാരിയാണ്. സംഭവിച്ചതായിട്ട് ഞങ്ങൾ ചേൽക്ക് നടക്കണേ. ആ എടുത്തോളി, മേലിലും ബൈക്ക് കണ്ടുപോരുത്. എനിക്ക് പോകാനൊരിടമില്ല, ഈ സ്ഥലവും പരിചയമില്ല. രാത്രി അലഞ്ഞടക്കണ പോലീസ് ഉപദ്രവിക്കും. അത് നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. ഇവിടെ വന്ന് നിധി കുഴിച്ചെടുക്കാന്ന് കരുതി ഞങ്ങള്. ചക്കയമ്മിൽ ഈച്ച പൊതിയാണ് ചേൽക്കാൻ നാട്ടിൽ നിന്ന് ദിവസം ആളുകൾ വന്നിറങ്ങണത്. വിളഞ്ഞീമ പറ്റിപ്പിടിച്ച് ഒടുങ്ങാന്നല്ലാണ്ട് അതിന് കഴിച്ചിലാവണ ഒരു ചുരുക്കേ ഉണ്ടാവും. നിങ്ങൾ എന്തിനാന്ന് എന്റെ പിന്നാലെ നടക്കണത്? എന്നെ ഒന്ന് സഹായിക്കണം. പള്ള അരച്ചും തിന്നാൻ പോരാ, പിന്നെ സഹായോ? അല്ല പിന്നെ നിങ്ങൾ എന്റെ വൈത്താല കൂടിയിട്ട് ഒരു കാര്യമില്ല. മര്യാദക്ക് വേറെ എവിടെയും പോയിക്കോളി. പാതിരിയായാലേ പോലീസുകാരുടെ ഇടങ്ങാറ് കൂടും. ആ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം.
കിടക്കാൻ ഒരിടം തന്നാ മതി. എന്റെ റബ്ബേ, ഇതൊരു നുമ്പിരായ ആയല്ലോ. എന്നെ കൊണ്ട് കഴിയില്ലാന്ന് പറഞ്ഞില്ല ഞാന്. നിങ്ങൾ വേറെ ആളെ നോക്കി. വേറെ ഒരു ഗതിയില്ല അഞ്ഞിട്ടാ എന്നെ കൈവിടരുത്. ഓ പണ്ടാറടക്കായ, ഇതൊരു മുസീബത്തായല്ല. എന്താ നിങ്ങളുടെ പേര്? ദേവനാരായണൻ. ഇതാണ് ഞമ്മളെ കുടി. ആ കട്ടിലെടുത്ത് അവിടെ കാറ്റോട്ടം കിട്ടുന്നെടുത്തിട്ട് കടന്നോളി. പിന്നെ കുളിക്കണമെങ്കിൽ അപ്പുറത്ത് പൈപ്പുണ്ട്. എന്താ ഇത്? ഞാൻ ബാപ്പ പറഞ്ഞു ബ്രാഹ്മണാണെന്ന്. പൂജാരി ഇപ്പൊ എന്തിനാ പൂജിക്കുന്നത്? സൂര്യൻ. യു മീൻ സൺ ഗോഡ്? പൂജാരി എങ്ങനെയാ ഇവിടെ ബാർവാല പണി എടുക്കുക? ബാർവാല എന്ന് വെച്ചാൽ ബാർവാല തീക്കടന്ന് ചായ പുറത്തുകൊണ്ടേ വിൽക്കണ ആള്. ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ഓരോരുത്തരെയും ബാപ്പ ഇവിടെ പിടിച്ചു നിർത്തും. ഇതിനു മുമ്പത്തെ ആള് ബാപ്പാന്റെ പെട്ടി കുത്തി തുറന്ന് ഉള്ള പൈസ എടുത്തോണ്ട് പോയി. എവിടുന്നാ കുളിച്ചത്? ചെറിയ കുളമൊക്കെ ഉണ്ടെന്ന് ബാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ കുളങ്ങളൊക്കെ. പക്ഷെ പൈസ കൊടുക്കണം കുളിക്കാൻ. സ്വിമ്മിംഗ് പൂളാ. വരിൻ, നാസ്ത വേണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ്. ഈ പെട്ടി നിങ്ങളുടെ അല്ലേ? ഇവിടെ വെച്ചാ കണ്ടവരെടുത്തോണ്ട് പോകും. കള്ളന്മാരുടെ സെന്ററായി സ്ഥലം. അദ്ദേഹം എവിടെ? ഇപ്പൊ വരും, ഇരിക്കും. കുട്ടിയുടെ പേരെന്താ? സൈനബ. പഠിക്കാൻ? ഏത് ക്ലാസ്സില്? സെക്കൻഡ് ഇയർ, മ്യൂസിക് അക്കാഡമിയില. ഇതിലെന്തൊക്കെയാ കുത്തി കലക്കിക്കണതെന്ന് ആർക്കാ അറിയാ? ഒരു കണക്കിന് പാൽപ്പൊടി മേടിക്കണതാ ലാഭം. എന്തേ നിർത്തിക്കഴിഞ്ഞ് ചപ്പാത്തി ആയോണ്ടാ? നമ്പൂരിച്ചാ ഇങ്ങോട്ട് നോക്കി. പിന്നെ നാട്ടിലേക്ക് ഇവിടെ ഇഡ്ഡലിയും ദോശയൊന്നും കിട്ടൂല. ഇത് രാജ്യം ബൊംബൈയാണ്. പിന്നെ അത് മുഴുവൻ തിന്നണം. അതിനോ ഈ മൂളിയിൽ ഇച്ചിരി വെള്ളം കൊണ്ടു നോക്ക്. അസനെ എന്തേ ഈ മൂപ്പരെ നമ്മളെ മാർക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. വല്ലതും മേടിക്കണമെങ്കിൽ തല അറിയാണല്ലോ. നിങ്ങൾക്ക് മാറ്റാൻ എണയില്ലേ? ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് തുണിയും കുപ്പായും വേറെ ഉണ്ടോന്നാ മൂപ്പര് ചോദിച്ചത്. ഇല്ല. ഇത് കൊടുത്ത് കച്ചവടത്തിന് ഇറങ്ങിയാൽ നടക്കൂല. ഇവിടെ മുമ്പ് നിന്നോന്റെ പഴയ ടൗസറോ കാൽസറായോ കാണും. അതിലേതെങ്കിലും ഒന്ന് പറ്റുമോ നോക്കി.
उस हरामजादे रिपोर्टर और उसकी बीवी को नीचे ले आओ। ബാപ്പ ആ മാർട്ടിൻ വന്നിരിക്കണം. അല്ല ആ ഹിമാറിനെ പോലീസ് വിട്ടോ? റിപ്പോർട്ടർ നസീം ഭായി ആണല്ലോ ഏരാ. ആ കൊലക്കുറ്റത്തിനെ കുറിച്ച് പത്രത്തിൽ എഴുതിയില്ലേ? कंप्लेन देना चाहते हो तो जाकर पुलिस स्टेशन में दे दो, और अगर तुम्हें कोई समाचार की जरूरत हो तो ये लिख दो कि मैंने तुम्हारे बीवी के साथ इन सब के सामने क्या किया है. അങ്ങോട്ട് ചെല്ലി, അങ്ങോട്ട് ചെല്ലി. വെറുതെ ആൽക്കൊളുത്തുണ്ടാക്കല്ലേ, ചെല്ലി അങ്ങോട്ട്. कौन है बे तू? मार्टिन, ये हाथ में मेरा बंधु है. बंधु? नाम क्या है बे तेरा? क्या नाम है? मोहम्मद. मोहम्मद? हाँ. या और कोई बंधु तो नहीं तुम्हारा? कोई भी नहीं. कोई नहीं. അദ്ദേഹം എന്താ എന്റെ പേര് മാറ്റി പറഞ്ഞത്? ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കൂല. പുറമേന്ന് വന്ന ഒരാളാണെന്ന് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ഒന്നുകിൽ നിങ്ങളെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ വെടി വെച്ച് കൊല്ലും. ഈ അടുത്ത കാലത്ത് പൊന്തി വന്ന ഡോണാണ് മജീദ് ഖാൻ. മൂപ്പര കീഴിലാണ് നമ്മളെ തെരുവ്. നിങ്ങളോട് വന്ന് ചോദിച്ചില്ലേ മാർട്ടിൻ? അതുപോലെ അനവധി ദാതന്മാരുണ്ട് മൂപ്പര കീഴിൽ. എന്തും ചെയ്യാൻ മടിക്കൂല. ഈ ഇടയാണ് ആ മാർട്ടിനെ കൊല ചെയ്തത്. എന്നിട്ടും ഇറങ്ങി നടക്കുന്നത് കണ്ടില്ലേ? അല്ല, അത് പിന്നെ അവര് തമ്മിലുള്ളൊരു ഫൈറ്റ് ആണെന്ന് വിചാരിക്കാം. ആര് തമ്മില്? ഡോൺമാര് തമ്മില്. നിങ്ങൾ പേപ്പർ എടുത്തു നോക്കി. ഇവിടെ ബോംബെയിൽ 8ഉം 10ഉം കൊല നടക്കാത്ത ദിവസമില്ല. എന്താ പുരിച്ച നിങ്ങൾ പേടി ഒന്നുണ്ട്? ആ എന്നൊന്ന് മുറിച്ച് അടക്കി.